പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ രശ്മിയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഡാലുമുഖം ഗവൺമെന്റ് LP സ്കൂളിലെ കൂട്ടുകാരാണ് നമ്മളോടൊപ്പമുള്ളത്. അവരൊത്തിരി പരിപാടികളുമായിട്ടാണ് ഇന്ന് ആകാശവാണിയിൽ എത്തിയിട്ടുള്ളത്. ഗുണപാഠകഥയും ലളിതഗാനവും ലഘുനാടകം, പ്രസംഗം, സംഘഗാനം, അങ്ങനെ പരിപാടികളുടെ ഒരു വിരുന്ന് തന്നെ അവർ നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അവരുടെ വിശേഷങ്ങളും പരിപാടികളും ഒക്കെ നമുക്ക് കേട്ടാലോ? ഹലോ ഹലോ. നമ്മുടെ ഒപ്പം ഒരു 5 കുട്ടിപ്പട്ടാളം വന്ന് നിപ്പുണ്ട്. അവരെന്തോ ഒരു പരിപാടി അവതരിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പരിപാടി? എന്താ ഈ ലഘുനാടകത്തിന്റെ വിഷയം എന്താണ്? ഭീകരൻ. അപ്പൊ നമ്മുടെ സ്കിറ്റ് ഇത് ആരാ എഴുതിയത്? കണ്ണപുരം ചന്ദ്രൻ. പഠിക്കാനുള്ള പാഠാണോ ഇത്? 2ാം സ്റ്റാൻഡേർഡ്. ഏത് ഭീകരനെ കുറിച്ചിട്ടുള്ളതാ ഇത്? ഈച്ച. അതെന്താ ഈച്ച ഭീകരനാവുന്നേ? അസുഖം പരത്തും. എന്തൊക്കെ അസുഖങ്ങളാ ഈച്ച വരുത്തുക? കോളറ, ടൈഫോയിഡ്, അതിസാരം. അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുത്തും അല്ലേ ഈച്ച? അപ്പൊ ഈച്ച ഇല്ലാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? പരിസരം വൃത്തിയായി സൂക്ഷിക്കണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പരിസരമൊക്കെ വൃത്തിയായിട്ടാണോ സൂക്ഷിക്കാറുള്ളത്? അതെ. ചിരട്ടയിലുള്ള വെള്ളങ്ങള്, ടയറിലുള്ള വെള്ളങ്ങൾ, കെട്ടിക്കിടക്കുന്ന വെള്ളം തുറന്നു വിടും. വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഈച്ച മാത്രമാണോ വരിക? വേറെന്താ വരിക? കൊതുക്. ഇപ്പോൾ ഈച്ചയാണ് നിങ്ങളുടെ പ്രധാന കഥാപാത്രം അല്ലേ? ഈച്ചയായിട്ട് ആരാ ഇവിടെ ശബ്ദം നൽകുന്നത്? ആരോൺ. ഏത് ക്ലാസ്സാ? 3A. പിന്നെ ആരാ കഥാപാത്രം ഉള്ളത്? പിന്നെയുള്ളത് തവള. തവളയ്ക്ക് ആരാ ശബ്ദം നൽകിയിരിക്കുന്നേ? ആലേഷ്. അലേഷ് ഏത് ക്ലാസ്സാ? 3. വേറെ ആരൊക്കെയാ നമ്മുടെ ലഘുനാടകത്തിലുള്ളത്? അമ്മുവായിട്ട് ഞാനാണ്. എന്റെ പേര് അഭിരാമി BS. അഭിരാമി ഏത് ക്ലാസ്സിലാ? 3A. രാജു. രാജു എന്ന് പറയുന്നത് മോന്റെ പേരാണോ? അല്ല, മോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രാണല്ലേ? എന്താ മോന്റെ പേര്? അഭിനവ്. ഒരാളും കൂടെ ഉണ്ടല്ലോ. കുട്ടു. കുട്ടുവാണ്. കുട്ടുവിന് ആരാ ശബ്ദം നൽകുന്നത്? റയാനം ജോസ്. റയാൻ ഏത് ക്ലാസ്സിലാ? 4ാം ക്ലാസ്. അപ്പൊ നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ. നമുക്ക് ചെയ്താലോ? യെസ്. ഞാൻ തവളക്കുട്ടൻ. അമ്മോ, അതാ മണിക്കടി ഈച്ച വരുന്നു. കൊലയാളി. മുതലാളിയോ? കൊലയാളി, മനുഷ്യയുടെ കൊലയാളി, ഭീകരൻ. രാജു, ഓടിക്കോ. അയ്യോ, പുലിയോ കടുവയോ മറ്റോ ആണോ? അതിനേക്കാളും ഒക്കെ ഭീകരൻ. എവിടെ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. അതാ അവൻ തന്നെ. നോക്ക് രാജു, ഇത് മണിക്കയുടെ ഈച്ചയല്ലേ? ഇവനാണോ ഭീകരൻ? നിന്നെക്കാളൊക്കെ സുന്ദരനായ ഇവൻ. പളുങ്കു ചിറകുകൾ, സ്വർണ്ണ കണ്ണുകൾ, വരയൻ കുപ്പായം. ഹായ്, എന്തു രസം. ഞങ്ങൾ ഈച്ചകളുടെ പതിവുകാരാ. നിനക്കെന്തിവിടെ കാര്യം, പോക്കാച്ചിത്തവളെ? കറങ്ങിപ്പറന്നിരിക്കുന്ന കണ്ടില്ലേ? രാജുവിന്റെ തലയിലായിരിപ്പ്. എവിടെയും ചെന്നിരിക്കും, എന്തും തിന്നും. കാലുകൾ കണ്ടില്ലേ? നിറയെ രോഗാണുക്കളാ. അതെങ്ങനെയാ പോക്കാച്ചിത്തവളെ ഈച്ചയുടെ കാലുകളിൽ രോഗാണുക്കൾ പിടിച്ചു കയറുന്നത്? ക്ഷയരോഗിയുടെ കഫത്തിലും കോളറ രോഗികളുടെ മലത്തിലും എല്ലാ വൃത്തികേടുകളുമല്ലേ ഇവന്റെ വാസം. എന്തൊക്കെ രോഗങ്ങളാ ഇവൻ പരത്തുന്നത് അല്ലേ രാജു? കോളറ പരത്തുന്നത് ഈച്ചയാ. കോളറ മാത്രമോ? ടൈഫോയിഡും അതിസാരവും എല്ലാം പരത്തുന്നത് ഈ മണിക്കടി ഈച്ച തന്നെ. അപ്പോൾ ഈച്ചയെ തിന്നുന്ന പോക്കാച്ചിത്തവളെ നിനക്കും പിടിക്കില്ലേ കോളറ? അതൊക്കെ നിങ്ങൾ മനുഷ്യർക്ക് ഏൽക്കുമോ? നിങ്ങളാണ് ഇവനെ നശിപ്പിക്കേണ്ടത്. ആഹാ, എന്നാൽ ഇവനെ കൊന്നിട്ട് തന്നെ കാര്യം. ഞാൻ വേഗം ഒരു വടിയെടുത്തിട്ട് വരാം. ഞങ്ങൾ ഈച്ച ഇങ്ങനെ എളുപ്പത്തിലൊന്നും നശിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഒരു പ്രാവശ്യം 10,000 മുട്ടകളാ ഇടുന്നത്. ഇതാ വടി, കൊടുക്കടാ രാജു വടി. എത്ര അടിച്ചിട്ടും അവനെ കിട്ടുന്നില്ലല്ലോ. അയ്യോ, എനിക്കടിയിട്ടേ. പോ, ഈച്ച അടിക്കടാ. അയ്യോ, പോക്കാച്ചിത്തവളെ, നിനക്കാണോ അടി കിട്ടിയത്? രാജു, നിന്റെ അടി മാറിപ്പോയല്ലോ. കിട്ടിയത് തവളച്ചാർക്കാണല്ലോ.
അയ്യോ, ചോറും പോയോ കുട്ട? സാരമില്ല, കൊടുക്കടാ രാജു. അനങ്ങല്ലേ അമ്മു. എവിടെയാ കുട്ട? കൊടുക്കടി. എന്നെ അങ്ങനെ കിട്ടില്ല അമ്മോ. ഇവനെ ഞാൻ ശരിപ്പെടുത്താം. ഈച്ചയെ പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അയ്യോ, തവളച്ചാറെന്നെ പിടിച്ചേ, ഞാൻ ചത്തേ. അങ്ങനെ വേണം തവളക്കുട്ട, നീ മിടുക്കനാണ്. ഇനി ഈച്ച ശല്യം ഉണ്ടാവില്ലല്ലോ. കഥകൾ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് കഥ പറയാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശിവകാർത്തിക്കാണ്. ശിവകാർത്തിക് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാൻ 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. LP സ്കൂളല്ലേ നിങ്ങളുടേത്? ഓ, LP സ്കൂൾ. 1ാം ക്ലാസ് തൊട്ടാണോ ഇവിടെ ചേർന്നത്? ഞാൻ 1ാം ക്ലാസ് തൊട്ട്. 4ാം ക്ലാസ് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ നിന്ന് മാറിപ്പോകണം അല്ലേ? ഓ. അപ്പൊ വിഷമമുണ്ടോ? വിഷമമുണ്ട്. ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടോ? കുറെ കൂട്ടുകാരുണ്ട്. ശിവകാർത്തിക്കിന്റെ വീട് അവിടെ സ്കൂളിന്റെ അടുത്ത് തന്നെയാണോ? അടുത്താണ്, ഒഴുകുപാറയില്. അപ്പൊ എങ്ങനെയാ സ്കൂളിലേക്ക് പോവാറ്? ബസ്സിൽ പോവും. ബസ്സിൽ പോകേണ്ട ദൂരമുണ്ടല്ലേ? ഓ. ഇന്ന് നമ്മൾ കഥ പറയാനാണ് പോകുന്നത്. എന്താ കഥയുടെ പേര്? ചതിയന്റെ ഗതി. ആരാരെയാ ചതിക്കുന്നത്? കിട്ടുകാക്ക മിട്ടുകാക്കയെ ചതിക്കും. ആഹാ, 2 കാക്കകളുടെ കഥയാണല്ലേ? അതെ. എന്നാ നമുക്ക് കഥയിലേക്ക് പോയാലോ? പറയാം. പണ്ട് പണ്ട് ഒരിടത്ത് കിട്ടുക്കാക്കയും മിട്ടുക്കാക്കയും എന്നീ പേരുള്ള 2 സുഹൃത്തുക്കൾ മരക്കൊമ്പിൽ താമസിച്ചിരുന്നു. ഒരിക്കൽ അവർ തമ്മിൽ ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. അവരുടെ വാക്കുതർക്കം എന്തെന്നാൽ ആരാണ് മിടുക്കനും ശക്തിശാലിയുമെന്നായിരുന്നു. തർക്കം വലുതായി വലിയ വഴക്കായിപ്പോയി. അപ്പോൾ കിട്ടുക്കാക്ക പറഞ്ഞു, നമ്മളിൽ ആരാണ് മിടുക്കനും ശക്തിശാലിയുമെന്ന് നമുക്ക് പരീക്ഷിച്ചു നോക്കാം. മിട്ടുക്കാക്കയ്ക്കും അത് സമ്മതമായി. കിട്ടുക്കാക്ക പറഞ്ഞു, നമ്മൾ 2 കനമുള്ള സഞ്ചികൾ കാലിൽ തൂക്കി പറക്കണം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ആളായിരിക്കും വിജയിക്കുക. 2 പന്തയത്തിന് തയ്യാറായി. കിട്ടുക്കാക്ക ദുഷ്ടമനസ്സുള്ളവനും കൗശലക്കാരനുമായിരുന്നു. അവൻ തന്റെ സ്വന്തം സഞ്ചിയിൽ പഞ്ഞിത്തുണ്ടുകൾ നിറച്ചു. പക്ഷെ പാവം മിട്ടുവിന്റെ സഞ്ചിയിൽ ഉപ്പാണ് നിറച്ചത്. 2 പറന്നു തുടങ്ങി. കിട്ടുക്കാക്ക മിട്ടുക്കാക്കയെക്കാളും ഉയരത്തിൽ പറന്നു. അങ്ങനെ അവർ പറന്നുപോയപ്പോൾ എന്തു പറ്റി? മാനം കറുത്ത് ഇടിവെട്ടി മഴ പെയ്തു. കിട്ടുക്കാക്കയുടെ സഞ്ചിയിലുള്ള പഞ്ഞിത്തുണ്ടുകൾ നനഞ്ഞ് നല്ല ഭാരമുള്ളതായി. നമ്മുടെ മിട്ടുവിന്റെ സഞ്ചിയിലുള്ള ഉപ്പ് അലിഞ്ഞും പോയി. മാത്രമല്ല അവന്റെ സഞ്ചിയിലുള്ള ഭാരം കുറയുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ മിട്ടുക്കാക്ക ഉയരത്തിൽ പറക്കുകയും പന്തയത്തിൽ വിജയിക്കുകയും ചെയ്തു. സത്യസന്ധനായ മിട്ടുക്കാക്ക ഈ പന്തയത്തിൽ ജയിച്ചു. ദുഷ്ടമനസ്സിന്റെ ഉടമയായ കിട്ടുക്കാക്ക ഈ മത്സരത്തിൽ തോൽക്കുകയും ചെയ്തു. കൂട്ടുകാരെ, ഈ കാര്യത്തിൽ നിന്ന് കിട്ടുക്കാക്ക ഒരു പാഠം മനസ്സിലാക്കി. അതെന്താണെന്നറിയണ്ടേ? നമുക്കാരെയും ചതിച്ചുകൊണ്ട് ഒന്നിലും വിജയിക്കാൻ കഴിയില്ല. സത്യം മാത്രമേ എപ്പോഴും വിജയിക്കൂ. നമ്മുടെ കൂടെ ലളിതഗാനം പാടാനായിട്ട് ഒപ്പമുള്ളത് സാൻജെ സനൽ. സാൻജെ സനലിനെ എന്താ വിളിക്കാറ് കൂട്ടുകാരൊക്കെ? സാനെന്ന് വിളിക്കും, സാൻജു എന്നും വിളിക്കും. വീട്ടില് വിളിപ്പേരുണ്ടോ? ഓ, ടാറ്റു. ആരൊക്കെയാ ഉള്ളത് വീട്ടില്? പപ്പ ഉണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, അച്ചാമ്മയുണ്ട്, അച്ചാച്ചനുണ്ട്. അപ്പൊ കഥകളൊക്കെ പറഞ്ഞുതരാൻ അച്ചാമ്മ അച്ചാച്ചനൊക്കെ പറഞ്ഞുതരുമോ? അച്ചാച്ചൻ പാട്ടൊക്കെ പാടിത്തരും. എങ്ങനത്തെ പാട്ടാ പാടിത്തരാറ്? കുട്ടികൾക്ക് പാടി കൊടുക്കുമ്പോഴത്തെ പാട്ടൊക്കെ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 4B. സ്കൂള് ഇഷ്ടാണോ? എന്താ സ്കൂളിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? ഫ്രണ്ട്സ്. ടീച്ചേഴ്സോ? ടീച്ചേഴ്സിനെ ഇഷ്ടമുണ്ട്. എന്ത് കളിക്കാനാ ഇഷ്ടം? കബഡി. കബഡി ടീമൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് സ്കൂളില്? അങ്ങനെയല്ല, അല്ലാതെ നമ്മള് കുറച്ചുപേര് വരും, മറ്റേ ഇരട്ട സംഖ്യയുള്ള കുട്ടികളായിരിക്കും നമ്മൾ കബഡി കളിക്കും. ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ സ്കൂളിന്? ഓ, ഇന്റർലോക്ക് ഇട്ടിട്ടുള്ള പോലത്തെ. അപ്പൊ അവിടെയാണ് നിങ്ങളൊക്കെ കളിക്കാറുള്ളത്. പാട്ട് പഠിക്കുന്നുണ്ടോ? പള്ളിന്നൊക്കെ മുമ്പ് വരുന്ന അപ്പൊ പഠിക്കും, ഇപ്പൊ വരൂല. എങ്ങനെയുള്ള പാട്ടാ ഇഷ്ടം? സിനിമാ പാട്ടാണോ, ലളിതഗാനാണോ, നാടൻ പാട്ടാണോ? എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടം തന്നെ. എന്നാ നമുക്ക് ലളിതഗാനം പാടാം. ഏതാ പാട്ട്? ചാലം കുറവഞ്ചി കഥയിൽ. നമുക്ക് ആ പാട്ട് കേൾക്കാം.
കുറ്റാലം കുറവന്റെ കഥയിൽ കാത്ത് വാടി നിൽക്കും പെണ്ണേ പെണ്ണേ കിളിയാട്ടം നിൻ കയ്യിൽ കരിവളകൾ കഥ പറഞ്ഞും അമ്പാട്ടി പെണ്ണേ നിങ്ങൻ പോലും പ്രേമകഥ അമ്പാട്ടി പെണ്ണേ നിങ്ങൻ പോലും പ്രേമകഥ കുറ്റാലം കുറവന്റെ കഥയിൽ കാത്ത് വാടി നിൽക്കും പെണ്ണേ പെണ്ണേ കുറ്റാലം കുറവന്റെ കഥയിൽ നടക്കാവിൽ പെണ്ണെ നാണം പൂത്തുലയും നടക്കാവിൽ കണി കാണും മുൻപവൻ മറഞ്ഞു കുറ്റാലം കുറവന്റെ കഥയിൽ കാത്ത് വാടി നിൽക്കും പെണ്ണേ പെണ്ണേ കൈനോക്കി കുറെ ചൊല്ലി മാലങ്കൂറത്തി കൈനോക്കി കുറെ ചൊല്ലി മാലങ്കൂറത്തി അന്നക്കിളിയെ നിന്നുള്ളം തെളിഞ്ഞൽ ലോ വിരഹം വാടി നിൽക്കും മലർവനിയിൽ പെണ്ണെ വിരഹം വാടി നിൽക്കും മലർവനിയിൽ മനം പോലെ മാംഗല്യം വിരിഞ്ഞു കുറ്റാലം കുറവന്റെ കഥയിൽ കാത്ത് വാടി നിൽക്കും പെണ്ണേ പെണ്ണേ കുറ്റാലം കുറവന്റെ കഥയിൽ കാത്ത് വാടി നിൽക്കും പെണ്ണേ പെണ്ണേ കിളിയാട്ടും നിൻ കയ്യിൽ കരിവളകൾ കഥ പറഞ്ഞും അമ്പാട്ടി പെണ്ണേ നിങ്ങൻ പോലും പ്രേമകഥ അമ്പാട്ടി പെണ്ണേ നിങ്ങൻ പോലും പ്രേമകഥ കുറ്റാലം കുറവന്റെ കഥയിൽ കാത്ത് വാടി നിൽക്കും പെണ്ണേ പെണ്ണേ കുറ്റാലം കുറവന്റെ കഥയിൽ അടുത്തതായിട്ട് ഒരു ലഘു പ്രഭാഷണമാണ്. ആൻമരിയ ജോസ്. ആൻമരിയ ഏത് ക്ലാസ്സിലാ? 4A. നിങ്ങളെല്ലാം 4ാം ക്ലാസ്സിലുള്ളവരാണോ കൂടുതലും വന്നിട്ടുള്ളത്? കുറച്ചുപേര് 4, പിന്നെ 3, 2ാം ക്ലാസ്സിലൊരു കുട്ടിയുള്ളൂ. ആൻമരിയ പ്രസംഗം മത്സരത്തിനൊക്കെ പോവാറുണ്ടോ? സബ് ജില്ലയിൽ പോയിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നു വിഷയം? എന്റെ സ്വപ്നം. എന്താ ആൻമരിയയുടെ സ്വപ്നം? ടീച്ചർ ആവണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ടീച്ചർ ആവാനാണോ ഇഷ്ടം? അതെ, അച്ഛൻ ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമുണ്ട്. ഏത് വിഷയം പഠിപ്പിക്കാനാ ഇഷ്ടം? ഇംഗ്ലീഷ്. മലയാളം ഇഷ്ടല്ലേ? മലയാളം ഇഷ്ടമുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് പ്രസംഗങ്ങൾക്ക് പോവാറുണ്ടോ? ഇംഗ്ലീഷ് ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ വിൽക്കും, അങ്ങനെ പോയിട്ടില്ല. ഞാൻ മലയാളത്തിനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ പ്രസംഗം പറയാൻ ഏതാ വിഷയം തെരഞ്ഞെടുത്തിരിക്കുന്നത്? ലഹരി സാമൂഹിക വിപത്ത്. ലഹരി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ സ്കൂളിൽ നടക്കാറുണ്ടോ? റാലി ഉണ്ട്, സ്കിറ്റ് പോലെ എന്തെങ്കിലും കാണും. ലഹരി സാമൂഹിക വിപത്താകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആൻമരിയ പറഞ്ഞു തരും. നമുക്കത് കേട്ടാലോ? ലഹരി സാമൂഹിക വിപത്ത് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് സമൂഹം
നേരിടുന്ന ഏറ്റവും വലിയ മഹാവിപത്തിൽ ഒന്നാണ് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം. ഇത് ലോക പുരോഗതിയെ തന്നെ സാരമായി ബാധിക്കുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം കൈവരിച്ചത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം തടയേണ്ടത് അനിവാര്യമാണ്. മദ്യം, മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നാശം വിതയ്ക്കുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള അക്രമങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിന്റെ പ്രധാന കാരണം അമിതമായ ലഹരി ഉപയോഗമാണ്. ജീവിതം ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ട യൗവനകാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വഴിതെറ്റിപ്പോകുന്ന ജനതയുടെ വാർത്തയല്ലേ നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫലമായി കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുകയും സ്വബോധം നശിക്കുകയും രോഗത്തിന് അടിമപ്പെടുകയും ചെയ്യുന്നു. നോക്കൂ പ്രിയ കൂട്ടുകാരെ, ഒന്നാലോചിച്ചു നോക്കൂ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സമൂഹത്തിൽ കൊള്ളരുതാത്ത വ്യക്തിയായി ജീവിക്കണോ, അതോ ദൈവം വരദാനമായി നൽകിയ ഈ മനുഷ്യ ജീവിതം സുന്ദരമായി ആസ്വദിച്ച് സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരായി ജീവിക്കണോ? പുതുതലമുറയെ സ്നേഹം പകർന്നു നൽകി ചേർത്തു പിടിച്ച് മൂല്യബോധമുള്ള ജനതയെ വാർത്തെടുക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കേരള സർക്കാർ വിമുക്തി എന്ന പേരിൽ ലഹരിക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി നമ്മോടൊപ്പമുണ്ട്. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ തകർക്കുന്നവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും പ്രതിബദ്ധരാണ്. ലഹരി വിമുക്ത കേരളത്തിനായി നമുക്കൊരുമിച്ച് കൈകോർത്ത് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാം. ഹലോ. ഹലോ. ഇഷ്ടായോ ഇവിടെ വന്നിട്ട്? എന്താ ഇഷ്ടപ്പെട്ടത്? പുറത്തിരുന്ന ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടു. എസിയുടെ തണുപ്പ് ഇഷ്ടപ്പെട്ടു. നിങ്ങളിപ്പോ സംഘഗാനം അവതരിപ്പിക്കാനാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ? സംഘഗാനം ആരാ പഠിപ്പിച്ചത്? ശാന്ത ടീച്ചറാണോ നിങ്ങളുടെ മ്യൂസിക് ടീച്ചർ? ഇവിടെ ആകാശവാണിയിൽ വരാനായിട്ട് പരിപാടി പഠിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായോ? എന്നിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യോ? എങ്ങനെയായിരുന്നു? വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ടീച്ചർ വരാത്ത ദിവസം നമ്മൾ HM ടീച്ചറിന്റെ റൂമിൽ പോയിരുന്നു പ്രാക്ടീസ് ചെയ്യും. എന്താ നിങ്ങൾക്ക് സ്കൂളിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ? കളിക്കാൻ ഇഷ്ടമുണ്ട്. PTക്ക് പോകാൻ ഇഷ്ടമാണ്. പാട്ട് പാടാൻ ഇഷ്ടമുണ്ട്. പടം വരയ്ക്കാൻ ഇഷ്ടമുണ്ട്. എനിക്ക് കബഡി കളിക്കാൻ ഇഷ്ടമുണ്ട്. സ്മിത ടീച്ചർ വട്ടത്തിൽ നിന്ന് കുളം കര കളിപ്പിക്കുമായിരുന്നു. നമ്മള് ഒളിച്ചെളി കളിക്കും. കുറുക്കനും കോഴി, അങ്ങനെ കുറെ കളികൾ കളിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ സംഘഗാനം നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കൂടെ ഓർക്കസ്ട്ര ഒക്കെ ഉണ്ട് അല്ലേ? സംഘഗാനം പാടുന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പാടാം. ശിവകാർത്തികശ്രീ, ദിയ DD, രാജേഷ്, ദിയ അജയ്, സഞ്ജയ് സനൽ.
കനകമായി കളഭം പൊഴിയും ഒരു തീരം കനകനിലാവിൻ പ്രിയഗേഹം കാറ്റും പുഴയും സംഗീതം പ്രകൃതി മനോഹരി മമ ഭാഗ്യം. തിരുവനന്തപുരം ജില്ലയിലെ ഡാലുമുഖം ഗവൺമെന്റ് LP സ്കൂളിലെ കൂട്ടുകാരാണ് ഇന്ന് രശ്മിയിൽ നമുക്ക് വേണ്ടി പരിപാടികൾ അവതരിപ്പിച്ചത്. ഞങ്ങൾ അവതരിപ്പിച്ച പരിപാടികൾ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? രശ്മിയിലും ബാലലോകത്തിലും ഒക്കെ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ദാ ഇത് കേൾക്കൂ. കൂട്ടുകാർക്കും ബാലലോകം രശ്മി പരിപാടികളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? 15 വയസ്സിൽ താഴെയുള്ള കലാമത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് ഈ പരിപാടികളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളോടൊപ്പം ഞങ്ങൾക്ക് എഴുതുക. ബാലലോകം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014. ഇമെയിൽ വിലാസം pm@airtvm.com. എഴുതുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറുകൾ കൂടി വയ്ക്കാൻ മറക്കരുതേ. ആകാശവാണിയിലൂടെ കുട്ടികളുടെ പരിപാടികൾ അവതരിപ്പിക്കാൻ താൽപര്യമുള്ള സ്കൂളുകൾക്കും ക്ലബ്ബുകൾക്കും ഞങ്ങൾക്ക് എഴുതാം. വിലാസവും ഇമെയിൽ ഐഡിയും ഒരിക്കൽ കൂടി: ബാലലോകം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014. ഇമെയിൽ pm@airtvm.com. രശ്മി സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ.